തിരുവോണദിന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ രാവിലെ തന്നെ തൃക്കാരപ്പനെയൊക്കെ പൂജിച്ചു, വലിയൊരു പൂക്കളൊക്കെ ഇട്ടു. അപ്പോൾ ഓണസദ്യ അകത്ത് ഇങ്ങനെ ഞങ്ങൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും എന്താ നബിദിനം കൂടി ആയ കാരണം നബിദിന റാലി അതിൽ കൂടെ കടന്നുപോയി. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ അങ്ങനെ പഴം പുഴുങ്ങിയതിനൊന്നും അത്രയ്ക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം ഓണത്തിൻ്റെ സദ്യയുടെ കൂടെയാണ് പഴമൊക്കെ വിളമ്പുക. അപ്പോൾ ഞങ്ങൾ ദോശയൊക്കെ കഴിച്ച് ചേച്ചിയും ചേട്ടനും പിള്ളേരും അഞ്ചനിയും എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും ഗുരുവായൂർ പോയി. അച്ഛനും അമ്മയൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ വലിയ പൂക്കളൊക്കെ കണ്ട് അവിടെ നോക്കി കുറേ നേരമൊക്കെ നിന്നു. പിന്നെ ഇത് ഞങ്ങൾ പായസം അങ്ങോട്ട് മേടിക്കാൻ വേണ്ടി ചേട്ടൻ ഇറങ്ങിയപ്പോൾ ചേട്ടൻ എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്ക് ഫുഡ് കഴിക്കേണ്ട ടൈമായി. അപ്പോൾ അതേ എല്ലാവരും കൂടി ഇരുന്ന് സദ്യയൊക്കെ അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. കുറേ വിഭവങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 3 തരം പായസം ഉണ്ടായിരുന്നു. അടപ്രഥമൻ, പാലടപ്രഥമൻ, പരിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിച്ചു. സദ്യ കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടിൽ പോകണമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് ഇരിക്കണ നേരത്തുണ്ട് ബിന്ദേച്ചിയും വല്യമ്മയും ചേട്ടനും എല്ലാവരും കൂടി വീട്ടിലേക്ക് വന്നു. പിന്നെ ദേ രമ്യേച്ചിയുടെ മനോഹരമായ സുന്ദരീനെ പൊട്ടുകുത്തലായിരുന്നു ഞങ്ങളുടെ അടുത്തൊരു ടാസ്ക്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഓണക്കളികളൊക്കെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീട്ടിലേക്ക് പോരണുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും സുന്ദരിക്ക് പൊട്ടുകുത്തണ തിരക്കിലായിരുന്നു. അപ്പോൾ അതേ തക്കുടും അടിപൊളിയായിട്ട് സെൻറ്ററിൽ തന്നെ കുത്തി, ഞാനും സെൻറ്ററിൽ തന്നെ കുത്തി, അതേപോലെ അമ്മയും സെൻറ്ററിൽ കുത്തി. ഏറ്റവും കൂടുതൽ സെൻറ്ററിലായിട്ട് കുത്തിയത് അമ്മയാണ്. അപ്പോൾ അമ്മയാണ് സുന്ദരിക്ക് പൊട്ടുകുത്തലിൽ ജയിച്ചത്. പിന്നെ തക്കുടും ജയിച്ചു, ഞാനും ജയിച്ചു. അങ്ങനെ അപ്പോൾ അതേ ആങ്ങളേനെ പെങ്ങൾ കറക്കിയിട്ട് വിടുകയാണ് കേട്ടോ സുന്ദരിക്ക് പൊട്ടുകുത്താൻ. ചേട്ടനെ എവിടേക്കോ കൊണ്ട് കുത്തിയിട്ട് വെച്ചു. അതേ അമ്മ അതേ കറക്റ്റായിട്ട് സുന്ദരിക്ക് പൊട്ടുകുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നല്ല വെയിലായ കാരണം കൊണ്ട് ഞങ്ങൾ മുറ്റത്ത് കസാരകളി നടത്താൻ നിന്നില്ല. അകത്ത് തന്നെ കസാരകളി നടത്തി. അമ്മയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവസാന റൗണ്ടിലെത്തിയപ്പോൾ ഞാനും ചേച്ചിയാണ് ജയിച്ചത്. അപ്പോൾ ജയിച്ചത് ചേച്ചിയാണ്. ഞങ്ങളെ കുറേ നേരം ഓടിപ്പിച്ചു. ചേട്ടനായിരുന്നു മ്യൂസിക് ഇട്ടിരുന്നത്. ആള് മ്യൂസിക് ഇത്തിരി കൂടുതൽ നേരം കറക്കി ഞങ്ങൾക്ക് തല കറങ്ങി. പിന്നെ അടുത്തത് സ്പൂൺ റേസ് ആയിരുന്നു. സ്പൂൺ റേസിൽ ഞങ്ങൾ പലവരായിട്ടൊക്കെയാണ് ജയിച്ചത്. അത് കഴിഞ്ഞ് ചേട്ടന്മാരും അപ്പവും കൂടിയിട്ടൊരു സ്പൂൺ റേസ് മത്സരം നടത്തി. അത് കഴിഞ്ഞിട്ട് തക്കുടും കൂടിയും ജോയിൻ ചെയ്തിട്ട് സ്പൂൺ റേസ് നടത്തി. അങ്ങനെ ഞങ്ങൾ കളികളൊക്കെ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മഴ, അടിപൊളി മഴ അങ്ങോട്ട് പെയ്തു. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പോകാനായിട്ട് കുറച്ച് നേരം കൂടിയും വൈകി. ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം കൂടിയും ഇറയത്ത് കയറിയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരുങ്ങി വേഗം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ പോരണ വഴിക്ക് നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും ഹാപ്പി ഓണൊക്കെ വിഷ് ചെയ്തു. അവർക്ക് ഞങ്ങൾ ഓണക്കോടി കൊടുത്തു. അവർ ഞങ്ങൾക്ക് ഓണക്കോടി തന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ ഓണൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.